ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിങ്. ടോം ക്രൂസ് നായകനായി അഭിനയിച്ച പടം സംവിധാനം ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റഫർ മെക്കേറയാണ്. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആസ് എ ഗുഡ് ആക്ഷൻ ത്രില്ലർ ഫിലിം അത്രേ പറയാനുള്ളൂ. നല്ല രസമുണ്ട്, നല്ല അടിപൊളിയായി ചെയ്തു വെച്ചിട്ടുണ്ട് സിനിമ. പഴയ പാർട്ടുകളിൽ നിന്നൊക്കെ റെഫറൻസുകളുണ്ട്, കുറേ ക്യാരക്ടേഴ്സ് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് സർപ്രൈസ് സിനിമയിലുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ ഒന്നും സ്പോയിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ സ്റ്റോറിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആസ് യൂഷ്വൽ സ്റ്റോറിയാണ്. അതിൽ AI എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ പാർട്ടിൽ തന്നെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് വരുന്നത്. ഇനിയിപ്പം മിഷൻ ഇമ്പോസിബിൾ സീരീസ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പടം നിങ്ങൾക്ക് ഒരിക്കലും എവിടെയും ബോറടിക്കില്ല. ലാഗ് തോന്നാൻ ചാൻസ് കുറവാണ്. കാരണം എന്താ വെച്ചാൽ സ്റ്റോറി ടെല്ലിങ് ഈ സിനിമ കണ്ട് ശീലമുള്ളവർക്ക് മനസ്സിലാവും. കുറച്ച് സ്ലോലി സ്റ്റോറി പറയും, അതിൻ്റെ ഇടയിലേക്ക് ഒരു ആക്ഷൻ കയറ്റിയിട്ട് അതങ്ങോട്ട് പമ്പ് ചെയ്ത് കൊണ്ടുപോകും. അതാണ് പരിപാടി. അത് ഇവിടെ ഇവർ ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ മിഷൻ ഇമ്പോസിബിളിൽ ആരെ പറ്റിയിട്ട് അധികം പറയാനുള്ളത്, ടോം ക്രൂസ്. മൂപ്പരയാളെ പറ്റി ഇപ്പോൾ ഒന്നും പറയേണ്ട കാര്യമില്ല. അയാൾ മനുഷ്യനാണോ എന്നൊക്കെ നല്ല ഡൗട്ടുണ്ട്. കാരണം ഇതിൽ കാട്ടിക്കൂട്ടണമൊക്കെ കണ്ട ഈ പ്രായത്തിൽ ചെങ്ങായി ഇങ്ങനെ കാട്ടണമെങ്കിൽ അപ്പോൾ ഇനി ഇതിൽ അഭിനയിക്കാതിരിക്കണം ഞാൻ പറയണമെങ്കിൽ അല്ലെങ്കിൽ മൂപ്പർക്ക് എന്തെങ്കിലും പറ്റിപ്പോകും. പേടിയാവണമെന്നേ കാണുമ്പോൾ. അപ്പോൾ എന്തായാലും ശരി, എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണാം. അതിൻ്റെ വിഷ്വൽസും പിന്നെ മ്യൂസിക്കും ഒക്കെ നല്ല കിടിലനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും ഈച്ച് ആൻഡ് എവരി വൺ എല്ലാവരും സൂപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ആക്ഷൻ ത്രില്ലറാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, നല്ല തിയേറ്ററിൽ പോയി കാണുക കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക.